കുതിരാനെ ധ്യാനിച്ച് നമ്മളിതാ മസ്കറ്റിലെ ടണലിലോട്ട് കയറുന്നത്. പക്ഷെ കുതിരാനി കൂടെ പോകുമ്പോ ആ മഴയൊന്ന് കാണണം അല്ലേ. കുതിരാൻ ചെന്ന് അങ്ങോട്ട് ഇറങ്ങുമ്പോ ഒരു മഴ പെയ്ത് കഴിഞ്ഞാൽ എന്താ കാഴ്ചയെന്നറിയോ, ഭയങ്കര ഇതാണ്. പക്ഷെ ഇവിടെ നമുക്കതൊന്നും പ്രതീക്ഷിക്കണ്ട. ഇത് ഒരു വലുതാണല്ലേ, അപ്പുറത്തത് ഇനി ചെറുത്. 1 കിലോമീറ്റർ ഉണ്ടല്ലേ. ഇവിടെ എത്ര വരെ സ്പീഡ് പറ്റും? 90 ആണോ? പക്ഷെ ആ പോയ വണ്ടി എത്രയല്ലേ പോന്നേ? ആണോ? അങ്ങനെ അതേ നമ്മൾ കുതിരാൻ കഴിഞ്ഞ അടുത്ത എവിടെ ഏട്ടാ? അടുത്ത ചിന്നക്കുതിര. ഈ പാട്ട് കോപ്പിറൈറ്റ് വന്നാലേ. പക്ഷെ ഇവര് സ്ട്രീറ്റ് ലൈറ്റ് എന്താ ഇല്ലാത്തേ? ടണലിന്റെ അടുത്ത് ലൈറ്റ് ഉണ്ട്, പക്ഷെ ലൈറ്റ് കത്തുന്നില്ലല്ലോ. ഒരു ടണൽ കഴിഞ്ഞ് എത്ര ദൂരം കഴിഞ്ഞിട്ട് അടുത്തത്? 1 കിലോമീറ്റർ തോനെയുണ്ട് കേട്ടോ. ഇത് ഏതാ സ്ഥലം കറക്റ്റായിട്ട്? സുമയിലെ ടണല്. 2 കൂടുതലുണ്ടേ. ആ 2 കൂടുതൽ വരുന്നുണ്ട്. ഒരു ടണൽ കഴിഞ്ഞിട്ട് ഇവിടെ ഒരു എത്തിയപ്പം വെട്ടമുണ്ട് കേട്ടോ. ഇവിടുന്ന് അങ്ങോട്ട് വെട്ടമുണ്ട്. ഭയങ്കരമായ മലകളാണ് ചുറ്റും. അതായിരിക്കും അത് വെട്ടി തുറന്നിട്ട് ഇങ്ങനെ ടണലാക്കിയത് അല്ലേ. നല്ല കട്ടിയുള്ള പാറകളാവുമ്പോ ആ 2 അല്ല. നല്ല ഹൈറ്റില് മലകളുണ്ടായിരുന്നു കേട്ടോ. അതാണ് അപ്പോഴിവിടെ ടണല് വന്നത്. നല്ല ഹൈറ്റ് ഉണ്ടല്ലേ മലയ്ക്ക്. 2, 3 അല്ലെന്ന് തോന്നേട്ടാ. ഒരു ടണൽ കഴിഞ്ഞിട്ട് ഇത്രയും ദൂരമുണ്ട്. ആ താഴോട്ട് കൊക്ക പോലെ ഭയങ്കര ഹൈറ്റ് ഉണ്ട് അവിടെ. അവിടൊക്കെ അല്ല, കുതിരാൻ കഴിഞ്ഞുള്ള മലകളാണെങ്കിലുണ്ടല്ലോ പച്ചപ്പ് കൊണ്ട് അങ്ങ് മഴയും പച്ചപ്പും അല്ലേ. നമ്മൾ ആണോ? പക്ഷെ നമ്മളെല്ലാവരോടും ഒരു ദിവസം വന്നപ്പോഴേ ഭയങ്കര മഴയായിരുന്നു കേട്ടോ. ഭയങ്കര മഴ. ആ കുതിർന്നിട്ട് തിരിഞ്ഞൊന്ന് നോക്കണം. ആ മലയിൽ നിന്ന് വരുന്ന ആ പച്ചപ്പും ആ മഴയുടെ ഒരിതും. പക്ഷെ ഇവിടെ നമുക്ക് വെയില് അല്ലെങ്കിൽ പിന്നെ രാത്രി ആവുമ്പോ ഈ മലകളുടെ ഈ ഒരിത് അല്ല, പച്ചപ്പേ ഇല്ല. മൃഗങ്ങളും ഇല്ല, പച്ചപ്പും ഇല്ല, ഒന്നുമില്ല. നാട് നമ്മുടെ ഇവിടെ ആയിട്ടുള്ള പ്രത്യേകത ഇതാണ് അല്ലേ. സുമയിലെ അടുത്ത ചെറിയ ടണലാണ് കേട്ടോ. ഇവിടെ എല്ലാം സ്പീഡ് 90 എഴുതി വെച്ചിരിക്കുന്നത്. അടുത്ത ടണലിലോട്ട് കയറാൻ പോവാ. അവിടുന്ന് ഇങ്ങോട്ട് വരുന്നത്, ഇത് ഇവിടുന്ന് അങ്ങോട്ട് പോകണം. അടിപൊളി. വെട്ടം ഉള്ളതുകൊണ്ട് നല്ല രസമുണ്ടല്ലേ. നമ്മുടെ നാട്ടിലും വെട്ടമൊക്കെ ഉണ്ട്. പക്ഷേ എപ്പോഴാ വല്ലവരും തടഞ്ഞു നിർത്തി വരാൻ ചെയ്യുന്നതെന്നൊന്നും അറിയത്തില്ല. അവിടെ ആ പാലക്കാട് റൂട്ടിലെല്ലാം ഭയങ്കര പ്രശ്നങ്ങളാ. വല്ലവരും വല്ലതും ചെയ്താൽ പോലും അത് ഏട്ടിന് തോന്നിയാ. ഇതാ നമ്മൾ ടണൽ കഴിഞ്ഞു. ഇത് ചെറിയ ടണലായിരുന്നു കേട്ടോ. ഇതെന്തോ ടണലിന്റെ വല്ലോ ആണോ അവിടെ? ആ അങ്ങനെ നമ്മൾ ടണൽ കഴിഞ്ഞ് പോവാണ്.